നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. രാജഭൃത്യൻ സകുടുംബം വിശ്വാസികളാകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 51 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ പോകയിൽ അവന്റെ ഭൃത്യന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവൻ അവരോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് 2-ാമത്തെ അടയാളമായിട്ട് ചെയ്തു. യേശു വെള്ളം വീഞ്ഞാക്കിയ ഗലീലെ കാനാവിൽ കപർന്നഹൂമിൽ നിന്നുള്ള രാജഭൃത്യൻ വന്നു. കപർന്നഹൂം താഴ്ന്ന സ്ഥലവും സമനിലവും കടൽത്തീര പട്ടണവുമാണ്. എന്നാൽ കാനായും നസറേത്തും മലമുകളിലെ പട്ടണങ്ങളാണ്. ഒരു ദിവസം വേണം നടന്ന് ഈ മല കയറി കാനാവിലെത്താൻ. തൻ്റെ മകൻ്റെ സൗഖ്യത്തിനു വേണ്ടി മല കയറാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹം തലേദിവസം പുറപ്പെട്ടു. പിറ്റേന്ന് കാനാവിലെത്തി. യേശു പറഞ്ഞ സമയത്ത് തന്നെ കാനാവിൽ വന്നു. യേശു ഒരിടത്ത് വരുമെന്ന് പറഞ്ഞാൽ വാക്കുപാലിക്കും. അല്ലാതെ പ്രോഗ്രാമും പദ്ധതിയും റൂട്ട് മാർച്ചും ഒന്നും മാറ്റുകയില്ല. യേശു സത്യമെന്ന് പറഞ്ഞാൽ സത്യമാണ്. പക്ഷേ പല ദൈവദാസന്മാരും യേശുവിനെ ആ കാര്യത്തെ അനുകരിക്കാറില്ലെന്നുള്ളത് ദുഃഖകരമാണ്. അവർ വേറെ പ്രോഗ്രാം കിട്ടുമ്പോൾ, മെച്ചമായ പ്രോഗ്രാം കിട്ടുമ്പോൾ കള്ളം പോലും പറഞ്ഞ് അവർ വേറെ വഴിക്ക് പോകാറുണ്ട്. അല്ലെങ്കിൽ അവർ വാക്കുപാലിക്കാറില്ല. യേശു അങ്ങനെയല്ല. കാനാവിൽ ഇന്ന സമയത്ത് വരുമെന്ന് പറഞ്ഞാൽ അവിടെ വന്നിരിക്കും. അതാണ്. കപർന്നഹൂമിലെ രാജഭൃത്യൻ ചെന്നു, യേശുവിനെ കണ്ടു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് അദ്ദേഹം മലയിറങ്ങി. പകുതി വഴി എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ദാസന്മാർ വന്നിട്ട് പറഞ്ഞു, കൊച്ചിന് സൗഖ്യമായി. അദ്ദേഹം ചോദിച്ചു, എപ്പോൾ സൗഖ്യമായി? ഇന്നലെ 7 മണിക്ക്. അപ്പോഴാണ് യേശു പറഞ്ഞത് സൗഖ്യമായെന്ന്. ഈ രാജഭൃത്യൻ എന്താണ് യേശുവിനോട് ആവശ്യപ്പെട്ടത്? യേശു മലയിറങ്ങി വന്ന് എൻ്റെ വീട്ടിൽ വന്ന് നാളെ എൻ്റെ കുഞ്ഞിന് സൗഖ്യം തരണം. യേശു എന്ത് ചെയ്തു? അപ്പോൾ തന്നെ തലേ ദിവസം തന്നെ സൗഖ്യം നൽകി. സൗഖ്യം കിട്ടിയ സന്തോഷത്തിൽ ഭൃത്യന്മാർ ഓടി വരികയാണ് അദ്ദേഹത്തെ എതിരേൽപ്പാൻ. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളുകളും ചാർച്ചക്കാരും ഒക്കെ ഉണ്ട്. കാരണം കുഞ്ഞിന് അസുഖമായതറിഞ്ഞ് ആളുകളുണ്ട്. ഇദ്ദേഹം യേശുവിൻ്റെ അടുക്ക പോയിരിക്കുന്നു, അതും വാർത്തയായിട്ടുണ്ട്. രാജഭൃത്യനല്ലേ. അപ്പോൾ വീട്ടിൽ വളരെയേറെ ആളുകളുണ്ട്. ഇദ്ദേഹം വന്നപ്പോൾ മകനെ സൗഖ്യത്തോടെ കണ്ടു. നാം വായിക്കുന്നത് അദ്ദേഹവും കുടുംബമൊക്കെയും എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയും ഈ കുഞ്ഞും മാത്രമായിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും യേശുവിനെ വിശ്വസിക്കുവാനായിട്ട് തയ്യാറായി. ഈ രാജഭൃത്യൻ്റെ പേര് യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും യേശുവിൻ്റെ ശിഷ്യഗണങ്ങളിൽ ഉണ്ടായിരുന്ന ചില സ്ത്രീകളുണ്ട്. അതിലൊരാൾ ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ എന്ന് ലൂക്കോസിന് സുവിശേഷം 8-ാം അധ്യായത്തിലോ 9-ാം അധ്യായത്തിലോ എഴുതിയിട്ടുണ്ട്. തങ്ങളുടെ വസ്തുവകൾ കൊണ്ട് യേശുവിനെ ശുശ്രൂഷിച്ച സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരാൾ ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യയായിരുന്നു. അവരുടെ പേര് യോഹന്ന, അങ്ങനെ എന്തോ ആണ്. ഈ മകനെ സംബന്ധിച്ച് അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ ഹെരോദാവോടുകൂടെ വളർന്ന മനായൻ എന്നൊരു പ്രവാചകനുണ്ട്. ശൗല്, ബർന്നബാസ്, നീഗർ, ആ കൂടെയുള്ള ഒരു പ്രവാചകന്റെ പേര് ഹെരോദാവോടുകൂടെ വളർന്ന മനായൻ എന്ന് പറഞ്ഞാൽ ഹെരോദാവോടുകൂടെ ബാല്യകാലം കഴിച്ച മനായൻ. അത് ഈ പയ്യനാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. മാത്രവുമല്ല, യേശു കപർന്നഹൂമിലെ ഒരു വീട്ടിലാണ് ഭൂരിഭാഗം കാലവും കഴിച്ചത്. കാരണം നസറത്തിലെ വീട്ടിൽ താമസിച്ചുകൊണ്ട് നസറത്തിലെ പള്ളിയിൽ യേശു പ്രസംഗിച്ചപ്പോൾ പള്ളിക്കാർ യേശുവിനെ തലകീഴായി തള്ളിയിട്ട് കൊല്ലാനൊരുങ്ങി. യേശു പിന്നീട് കപർന്നഹൂമിലേക്കാണ് വന്നത്. അദ്ദേഹം യേശുവും ശിഷ്യന്മാരും
ഈ രാജഭൃത്യന്റെ വീട്ടിലാണ് താമസിച്ചത് എന്ന് കരുതുന്നു. അതിന്റെ കാരണം രാജഭൃത്യന് കൈസരിയിൽ, അതായത് ഹെരോദാവിന്റെ ആസ്ഥാനത്ത് താമസിക്കാൻ സൗകര്യമുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് യേശുവിന് ശിഷ്യന്മാർക്കും താമസിക്കാൻ നൽകി എന്ന് ആണ് പലരും ചിന്തിക്കുന്നത്. നോക്കുക പ്രിയപ്പെട്ടവരെ, കൂസ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ കർത്താവിനായി പ്രവർത്തിക്കുന്നു, അദ്ദേഹത്തിന്റെ മകൻ അന്ത്യോക്യ സഭയിൽ കർത്താവിന് വേണ്ടി പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും യേശു ആ വീട്ടിൽ ചെന്നില്ലെങ്കിലും, ആദ്യം ആ വീട്ടിൽ ചെന്നില്ലെങ്കിലും, യേശുവിനാൽ ആ കുഞ്ഞിന്, ആ ഏകമകന് സൗഖ്യം കിട്ടിയതിനാൽ അവർ കർത്താവിനെ സ്നേഹിക്കുകയാണ്. ആ കുടുംബം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. തങ്ങളുടെ വീട് നൽകുന്നു. ആ വീടിൻ്റെ മേൽക്കൂരയാണ് പൊളിച്ചത് എന്നാണ്, പക്ഷപാത രോഗിക്ക് സൗഖ്യത്തിന് പൊളിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ആ വീട് കർത്താവിനായി നൽകുന്നു. രാജഭൃത്യൻ കർത്താവിനായി പ്രവർത്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രവർത്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ പ്രവർത്തിക്കുന്നു. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ ഗണ്യമായ പങ്കുവഹിക്കാൻ കപർന്നഹൂമിലെ കുടുംബത്തിന് സാധിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കർത്താവിനെ കുടുംബമായി സ്നേഹിക്കുവാൻ നമുക്കും സാധിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.